ഒരാഴ്ചയിലധികമായി രാഷ്ട്രീയ കേരളത്തിലെ വലിയ ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആരോപണങ്ങളും കേസുമായിരുന്നു. ഈ വാർത്തകൾ നിർഭയം കൊടുത്തതിന് പിന്നാലെ ഇന്ന് റിപ്പോർട്ടർ ടിവിയുടെ തൃശൂർ ബ്യൂറോയ്ക്കെതിരെ ആക്രമണമുണ്ടായി. വാർത്തയുടെ വഴിയിലുള്ള റിപ്പോർട്ട് നിയമവഴി പോയപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹനെയും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രനെയും പോലീസ് പിടികൂടി. വിഷ്ണു ചന്ദ്രനെ കോടതി റിമാൻഡ് ചെയ്തു. 6 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി നമുക്കൊപ്പം ജെയ്സൺ ചാമുളപ്പിൽ ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ജെയ്സൺ ചാമുളപ്പിൽ. ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷമാണ് കരിയോയിൽ കുപ്പികളൊക്കെയായി 5-6 പേർ ആ പടി കയറി വന്നത്. നമ്മുടെ ഓഫീസിൽ അവർ കാട്ടിക്കൂട്ടിയ അതിക്രമത്തിന്, വൃത്തികേടുകൾക്ക് കൃത്യമായി നമ്മൾ നിയമ വഴി തേടി. അതിനൊടുവിൽ ഇപ്പോൾ എവിടെയാണവർ? സുജയ, അടുത്തൊന്നും കേട്ടുശീലമില്ലാത്ത, നമുക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു പ്രതിഷേധ പരിപാടിക്കാണ് സത്യത്തിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വം നൽകിയത്. ജനാധിപത്യ സംവിധാനത്തിൽ വാർത്തകൾ നൽകുക എന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിനോട് സഹിഷ്ണുതയോടുകൂടിയുള്ള പ്രതികരണമാണ് ഏത് കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൽ വ്യത്യസ്തമായാണ് ഇന്ന് തൃശ്ശൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിയോയിലുമായി എത്തി അക്രമം നടത്തിയത്. ഏതായാലും ഇത് ഒരിക്കലും ഉചിതമായ, ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും ഉചിതമായ ഒരു സമരമാർഗമല്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു തുടർന്നുണ്ടായ നടപടികളും. നമ്മുടെ ഓഫീസിലേക്ക് വരുന്നു, പിന്നീട് കാറിന് മുകളിൽ കൊടികെട്ടുന്നു, അതിനുശേഷം ഓഫീസിൻ്റെ വാതിലിന് മുമ്പിൽ കരിയോയിൽ ഒഴിക്കുന്നു. ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം പോകുന്നത് അതിന് തന്നെ ഉചിതമാണോ, ആ പ്രസ്ഥാനത്തിന് തന്നെ ഗുണകരമാണോ എന്ന് പരിശോധിക്കേണ്ട സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. അസഹിഷ്ണുത മാറ്റി സഹിഷ്ണുതയോടുകൂടി പ്രതികരണങ്ങളെ, പ്രതിഷേധങ്ങളെ കാണാൻ, അല്ലെങ്കിൽ വാർത്തകളോടുള്ള സമീപനത്തോട് ഒരു പുതു നിലപാടെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വ്യക്തമാക്കുന്നത്. സുജയ. ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചാമുളപ്പിലാണ് നമുക്കൊപ്പം ചേർന്നത്. റിപ്പോർട്ടർ ടിവി ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവിന് പരസ്യ പിന്തുണയുമായി കോൺഗ്രസ്. 1-ാം പ്രതി മിഥുൻ മോഹനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഒരു ആക്രമണത്തെയും ന്യായീകരിക്കുന്നില്ലെന്ന ഷാഫി പറമ്പിലിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമായിരുന്നു പ്രതിഷേധം. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. പ്രതിഷേധമൊന്നുമില്ല, ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയല്ലല്ലോ കണ്ടത്. റഹീസ്. സുജയ, റിപ്പോർട്ടർ ടിവിയുടെ തൃശൂർ ബ്യൂറോ ആക്രമണ കേസിലെ 1-ാം പ്രതി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി മിഥുൻ മോഹന് പരസ്യ പിന്തുണയുമായി തിരുവനന്തപുരത്തെ ചില കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU നേതാക്കൾ രംഗത്തെത്തി. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് മിഥുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്, അറസ്റ്റ് ചെയ്തത് തമ്പാനൂർ പോലീസാണ്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. അതിൽ ഇവിടുത്തെ പ്രാദേശികമായ ഒരു 3-4 നേതാക്കൾ ഉണ്ടായിരുന്നു. ബാക്കി ആരെയും, സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് നമ്മൾ വർഷങ്ങളായി യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ സമരങ്ങൾ കാണുന്നതാണ്. അതിൽ മുഖപരിചയമുള്ള ആരെയും കണ്ടില്ല. കുറച്ച് കുട്ടികളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. 10-30 പേർ ആ മാർച്ചിൽ പങ്കെടുത്ു. മാർച്ച് പോലീസ് തടഞ്ഞതിന് ശേഷം അവർ പ്രസംഗം നടത്തി തിരിച്ചു പോവുകയും ചെയ്തു. മാർച്ച് അവസാനിച്ച സമയത്ത് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായ KPCC നേതാവായ VS ശിവകുമാർ അവിടെ എത്തി ആ പ്രതിയെ കാണാനുള്ള ശ്രമം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവിടെ മാർച്ച് നടക്കുന്നതുകൊണ്ട് ക്യാമ്പിലേക്ക് മിഥുൻ മോഹനെ മാറ്റി. അതിനുശേഷം സമരസ്ഥലത്തെത്തി സമരം ചെയ്ത ആളുകൾക്ക് പിന്തുണ നൽകി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. ഓക്കെ, റഹീസ് റഷീദാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. റിപ്പോർട്ടർ ടിവിക്ക്